ഹലോ ഗീസ്, ഇന്ന് നമുക്കൊരു വിന്റേജ് ലുക്കിലുള്ള ഡയറി മേക്ക് ചെയ്താലോ? അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഡയറി മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട പേപ്പേഴ്സ് എടുക്കാം. അപ്പോൾ ഞാൻ A4 സൈസിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസിലുള്ള പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കൃത്യ A4 സൈസ് പേപ്പർ അല്ല. എന്നിട്ട് ഇതിലൊരു 50 പേപ്പർ ആദ്യം എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് നമ്മളിത് കട്ട് ചെയ്ത് പകുതിയാക്കുമ്പോൾ പിന്നെയും കൂടിപ്പോവും, പിന്നീട് അത് ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് ഞാൻ കരുതി 25 പേപ്പർ എടുക്കാന്ന്. എന്നിട്ട് ആ 25 പേപ്പറിനെയും കറക്റ്റ് അളവിൽ ഹാഫായിട്ട് മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡെസ്കിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇല്ലാത്തത്. നിങ്ങൾ കൃത്യം കറക്റ്റ് അളവിൽ വെച്ച് വേണം വെട്ടാനായിട്ട്, ഇല്ലെങ്കിൽ പലതും പല അളവിലിരിക്കും. ഇനിയാണ് ആദ്യത്തെ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇതിൽ ഓരോ പേപ്പേഴ്സിൻ്റെ അറ്റത്ത് ഇതുപോലെ കീറി കീറി കൊടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് കുറച്ച് വിൻറ്റേജ് ലുക്കിൽ കിട്ടത്തുള്ളൂ. നിങ്ങൾ മിക്ക വിൻറ്റേജ് ലുക്ക് ഡയറിയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. അതിൻ്റെയൊക്കെ സൈഡിലെ പേപ്പേഴ്സിൻ്റെ സൈഡ് വശം ഇതുപോലെ കീറി കീറിയ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ വേറെ വീഡിയോസ് കണ്ടു നോക്കിയാൽ അതിൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ കീറി കീറി കൊടുക്കുക. ഞാനിവിടെ 25 പേപ്പർ എടുത്തുകൊണ്ട് കട്ട് ചെയ്ത് ഹാഫ് ആക്കിയപ്പോൾ 50 പേപ്പർ വന്നു. അത് ഞാൻ കുറേ നേരം ഇരുന്ന്, എനിക്കൊന്നൊരു 1 മണിക്കൂർ ഇരുന്നാണ് ഞാൻ എല്ലാ പേപ്പേഴ്സിൻ്റെയും അറ്റം ഇതുപോലെ കീറി എടുത്തത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം പേപ്പർ വേണോ അതിനനുസരിച്ച് എടുക്കുക, ആവശ്യത്തിന് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എന്നെപ്പോലെ പണി കിട്ടിയിട്ടിരിക്കും. അടുത്തത് ഗ്യാസ് കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോടെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക, അതിൽ നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5 സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ വേണമെങ്കിൽ കുറച്ചുകൂടി പൊടി ഇടാവുന്നതാണ്. എന്നിട്ട് ആ നല്ല പോലെ തിളപ്പിച്ചിട്ട് അത് ആറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതുപോലെ കീറിച്ചെടുത്തിട്ടുണ്ടായിരിക്കില്ലേ, ആ പേപ്പേഴ്സ് എല്ലാം എടുക്കുക. അത് ഇതുപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം എടുത്ത് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലുക്കിലാക്കി എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടൻ ചായ എന്ന് പറയാൻ പറ്റില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് ആദ്യം കുറച്ച് കട്ടൻ ചായ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പേപ്പർ വെക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ കുതിർത്തി എടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് അടുത്ത പേപ്പർ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ പേപ്പറിന് മേലെ ഒന്നായിട്ട് വെച്ച് എല്ലാ പേപ്പേഴ്സും വെച്ച് ബാക്കി വന്ന കട്ടൻ ചായ മൊത്തത്തിൽ ഒഴിച്ച് അതൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ മുക്കി വെക്കുക. എന്നിട്ട് ഞാനൊരു ടാർപ്പ എടുത്തിട്ടുണ്ട്. ടാർപ്പ എന്ന് പറഞ്ഞാൽ നീല കളറുള്ള, ചിലയിടത്ത് പടിത, അങ്ങനെ ഓരോ പേരിൽ പറയും. ഞാൻ എന്നിട്ട് അതിലേക്ക് വെച്ച് വെയിലത്ത് വെച്ചാണ് കേട്ടോ ഉണക്കി എടുത്തിരിക്കുന്നത്. എനിക്ക് അതായിരുന്നു കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും പേപ്പർ ഉള്ളതുകൊണ്ട് എനിക്കൊരു 1 മണിക്കൂർ കൊണ്ട് നല്ല പോലെ ഫുള്ള് ഉണങ്ങി കിട്ടി. അപ്പോൾ ഇതായിരുന്നു ഉണങ്ങി കിട്ടിയതിന് ശേഷമുള്ള ലുക്ക്. ശരിക്കും വിൻറ്റേജ് ലുക്കിലായിരുന്നു കേട്ടോ ഈ പേപ്പേഴ്സ് എല്ലാം കാണാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില പേപ്പറിൻ്റെ മുകളിൽ കൂടി ഞാൻ 2-3 പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ മാത്രമായിട്ട് മുകളിൽ വെച്ച പേപ്പറിൻ്റെ അച്ച് പതിഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ അതൊരു ഡിസൈനായിട്ട് തോന്നി കിട്ടും. എനിക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല, എന്ന് വെച്ചാൽ മോശമായിട്ട് തോന്നിയില്ല, നല്ല രീതിയിലുണ്ടായിരുന്നു. അതൊരു ഡിസൈൻ വെച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെൻ്റെ അമ്മയുടെ പൊട്ടിപ്പോയ ബാഗാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഈ ഒരു സാധനം ഞാൻ ഇതിൽ നിന്ന് അടിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പറയാൻ കാരണം കുറച്ചുകൂടി കഴിയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ഡയറിയുടെ കവർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഈ കട്ടിയുള്ള 2 കാർഡ്ബോർഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത് നമ്മുടെ എന്താ പറയുക അസൈൻമെൻറ്റിൻ്റെ ഒക്കെ ആ ഫ്രണ്ടിലത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ്. അത് കുറച്ചുകൂടി കട്ടിയുള്ളതുകൊണ്ട് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ലെതറാണ്. ഇതിനെ റെക്സിൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് മിക്ക കടകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ, ഈ ബാഗ് ഉണ്ടാക്കുന്ന കടകൾ. പിന്നെന്താ ഈ വണ്ടികളുടെയൊക്കെ സീറ്റ് ഉണ്ടാക്കുന്ന കടകളൊക്കെ ഇല്ലേ, അത് സോഫ ഉണ്ടാക്കുന്ന കടകൾ. അപ്പോൾ അവിടെയൊക്കെ ഇത് വാങ്ങാൻ കിട്ടും, അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ഞാൻ ഇതുപോലൊന്ന് പൊതിഞ്ഞെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കുറേ പാടുപെട്ടാണ് ഇത് ഒട്ടിച്ചത്. ഡെസ്കിന് മുകളിൽ വെച്ച് ഒട്ടിക്കാൻ നിന്നാൽ ആ പശ വീണ് നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സ് ക്യൂക്കാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മൊത്തം അത് പറിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഇത് ഒട്ടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേപ്പറിൻ്റെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഇതിൽ ഹോൾ ഇടാന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഞാൻ പക്ഷേ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തെങ്കിലും ഇവിടെ വെച്ചാണ് എനിക്ക് പണികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ബോർഡ് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് എന്ത് ചെയ്ത് പ്രസ് ചെയ്തിട്ട് പ്രസ് ആവുന്നില്ലായിരുന്നു. അതുപോലെ ഹോളും വീഴുന്നില്ല. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൊണ്ട് കൊടുത്തു. ചേട്ടന് ഒറ്റ ഞെക്ക് സംഭവം വളച്ചെൻ്റെ കയ്യിൽ തന്നു. പിന്നെ നടന്നതൊക്കെ ചരിത്രമായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അവസാനം ആണി അടിച്ചാണ് ഇതിൽ ഹോൾ ഇട്ട് എടുത്തത്. കുറേ പാടുപെട്ടു കേട്ടോ. അതിനുശേഷം പിന്നീടാണ് വീണ്ടും ഇരട്ടിപ്പണിയായത്. ഇതുപോലെ ആക്കി ഞാൻ എടുത്തു. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പോളറോയിഡൊക്കെ റിംഗ് ആൽബം ഒക്കെ ചെയ്യുന്നവരില്ലേ, പോളറോയിഡ് ചെയ്യുന്നവർക്കൊക്കെ അതിൽ ലോക്ക് ചെയ്ത് ഒരു സംഭവം വളയത്തിലുള്ളൊരു സംഭവം ഇട്ട് കൊടുക്കുക. എൻ്റെ പേര് എനിക്കറിയില്ല. അതെൻ്റെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് വെച്ച്
ഈ ഡയറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇതാണ് നമ്മുടെ ഡയറി. ഇതിൽ കുറച്ചുകൂടി മിനുക്കുപണികൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ആദ്യമേ ഇതിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ വളഞ്ഞു വളഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനമാണ്. കാരണം നമ്മൾ മിക്ക ഡയറികളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സാധനം. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിലേക്ക് കയറ്റുമ്പോൾ കണ്ടില്ലേ, ഇവിടെ വളഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് വെച്ച് ചെയ്യേണ്ടെന്ന് കരുതി. കുറേ നേരം ഇത് വെച്ച് ചെയ്തിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇതിനിടയിലുള്ള ഗ്യാപ്പും കുറച്ച് ചെറുതായിരുന്നു. നമ്മുടെ ഡയറി കുറച്ചുകൂടി ഗ്യാപ്പ് ഉള്ളതായിരുന്നു കൊണ്ട് തന്നെ അതും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുണ്ട്, എൻ്റെ ചേട്ടൻ വളച്ച് വെച്ചതാണ്. ഇതിന് എങ്ങനെ നേരെയാക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ ബാഗിൽ നിന്ന് ഒരു സംഭവം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞില്ലേ, അതും കൂടി വെച്ചാണ് ഞാൻ ഈ ഡയറി ഉണ്ടാക്കുന്നത് ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഡയറിയുടെ ഫൈനൽ ലുക്ക്. സത്യം പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, നല്ല സമാധാനം തോന്നി. ഇനി തന്നെ നമുക്ക് ജേണൽ വീഡിയോസ് ഒക്കെ ഇടാട്ടോ. എൻ്റെ കയ്യിൽ ഡയറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഇനി നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.